ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുവൈത്ത് KMCC സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സലാമിൽ നിന്നും മുസ്ലിം ലീഗ് വെസ്റ്റ് മാങ്കാവ് ശാഖാ പ്രസിഡന്റ് ഫൈസൽ MP സെക്യൂരിറ്റി സ്കീം ഫണ്ട് ഏറ്റുവാങ്ങി. കുവൈത്ത് KMCC അംഗമായിരിക്കെ മരണപ്പെട്ട കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം കോഴിക്കോട് ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മാങ്കാവ് ശാഖാ പ്രസിഡന്റ് ഫൈസൽ MP PMA സലാമിൽ നിന്നും സെക്യൂരിറ്റി സ്കീം ഫണ്ട് ഏറ്റുവാങ്ങി. അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന KMCCയുടെ പ്രവർത്തകർക്ക് പലരും ഈ സേവനം കിട്ടുന്നവരേക്കാൾ പാവപ്പെട്ടവരാണ്. നമ്മൾ 10,000-ഓളം ബൈത്തുറഹ്മകൾ കേരളത്തിന് പുറത്തു വെച്ച് കൊടുത്തു. ഈ ബൈത്തുറഹ്മക്ക് പണം ഉണ്ടാക്കി തരുന്ന പല KMCC പ്രവർത്തകർക്കും സ്വന്തമായി വീടില്ലാത്തവരാണ്. നിങ്ങൾ CS സെൻ്ററിനും ഷിയാബ്ദങ്ങൾ സെൻ്ററിനും ഒക്കെ കണക്കമ്പഴിഞ്ഞ് പണം കൊടുക്കുന്നു പാവപ്പെട്ടവരുടെ ചികിത്സക്ക്. പക്ഷെ സ്വന്തം വീട്ടിലെ മാതാപിതാക്കളും ബന്ധുക്കളും ചികിത്സക്ക് പണമില്ലാത്ത ഒരുപാട് പ്രവാസികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ വിഷമങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. കുവൈത്ത് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി അധ്യക്ഷനായിരുന്നു. കുവൈത്ത് KMCCയിലെ മരണപ്പെട്ട ആളുകൾക്കുള്ള സെക്യൂരിറ്റി സ്കീം വിതരണമാണ്. അത് മരണപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മെമ്പർമാർക്ക് 5 ലക്ഷം രൂപ KMCCയുടെ പ്രവർത്തകരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സംരംഭമാണ് കുവൈത്ത് KMCC സെക്യൂരിറ്റി സ്കീം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, വൈസ് പ്രസിഡന്റ് NC അബൂബക്കർ, മുൻ MLA VM ഉമ്മർ, കുവൈത്ത് KMCC ഉപദേശക സമിതി അംഗം ഇബ്രാഹിം കൊടക്കാട്, മുസ്ലിം ലീഗ് നേതാക്കളായ സഫറി, മുഹമ്മദ് അലി K, നവാസ് മൂഴിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം നേതാക്കളായ യൂസഫ് പൂനൂർ, അബ്ദുള്ള വാവാട്, നാസർ അരിയിൽ, കുവൈത്ത് KMCC ജില്ലാ സെക്രട്ടറി VTK മുഹമ്മദ്, ജില്ലാ പ്രവർത്തക സമിതി അംഗം ജമാലുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹം നിലനിൽക്കുന്നത് കവിതകളിലൂടെയാണെന്നും